വൈ ദ ചൈൽഡ് ഈസ് ഡൂയിങ് ദിസ് എന്നല്ല. ചുമ്മാ ഒരു കുട്ടി മുടി പിടിച്ച് വലിക്കില്ല, അല്ലെങ്കിൽ കടിക്കില്ല, ഇടിക്കില്ല, എന്തെങ്കിലും ഒരു റീസൺ അവിടെ കാണും. 2 to 6 വയസ്സ് എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഗ്രോത്ത് നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. തുടക്കം വരുമ്പോൾ നമ്മൾ നേരെ സ്കിൽസ് പഠിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മളൊരു സ്കിൽ കറണ്ട് ലെവൽ എന്താണെന്നുള്ള അസസ് ചെയ്യണം. ഒരു ബേസ് ലൈൻ എടുക്കണം നമുക്ക്, എവിടെയാണ് കുട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എവിടെ വരെ എത്തിയിട്ടുണ്ട്, എവിടെയൊക്കെയാണ് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ളത്. സോ അതനുസരിച്ചായിരിക്കും നമുക്ക് ടൈലർ മെയ്ഡ് ആയിട്ടായിരിക്കും ഗോൾസ് വരുന്നത്. എന്തൊക്കെയാണ് അവനെ നമുക്ക് ലേൺ ചെയ്യിപ്പിക്കേണ്ടത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കിൽസ്. ഒത്തിരി പ്രാവശ്യം നോ പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ പോകും അതിൻ്റെ. അപ്പോൾ നോ പറഞ്ഞാൽ നോ ആയിരിക്കണം. നമുക്ക് പൊതുവേ ഒരു പ്രവണതയാണ് തെറ്റ് കണ്ട കൂടുതൽ അത് ശ്രദ്ധിക്കും ഇല്ലേ. ഇപ്പോൾ ഒരു മാർക്ക് ഷീറ്റ് എടുത്താലും ചിലപ്പോൾ ഇൻറ്റു എന്നുള്ളതായിരിക്കും ഭയങ്കര റെഡിഷിലായിട്ട് എഴുതാൻ. തെറ്റുകൾ മാത്രം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് പൊതുവേ പറ്റുന്നൊരു മിസ്റ്റേക്സ് ആണ് അവരുടെ പ്രോപ്പറായിട്ടുള്ള ബിഹേവിയറില്ല, അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർ കാണിച്ച കുറേ ബിഹേവിയർ നമ്മൾ മിസ് ഔട്ട് ചെയ്തു. എല്ലാവർക്കും അൺപാക്ക് ആൻഡ് കണക്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ABA കുറിച്ചാണ്, അപ്ലൈഡ് ബിഹേവിയറൽ തെറാപ്പി. എന്താണ് ABA? സമൂഹത്തിൽ ABAയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മിഥ്യാധാരണകൾ എന്തൊക്കെയാണ്? മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ സംസാരിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മളോടൊപ്പമുള്ളത് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റും ബിഹേവിയർ അനലിസ്റ്റുമായ ദിവ്യ കൃഷ്ണയാണ്. നമസ്കാരം മാം. താങ്ക് യു. എന്താണ് ABA എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ആദ്യം ഇപ്പോൾ ABAനെ കുറിച്ച് പറയാം. സോ ABA ഫുൾ ഫോം പറയുമ്പോൾ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് ആണ്. സോ അതൊരു എവിഡൻസ് ബേസ്ഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. സോ നമുക്കൊരു പ്രാക്ടീസിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് കുട്ടികളിൽ സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പറയുന്ന കേട്ടിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അത് റെഡ്യൂസ് ചെയ്ത് എങ്ങനെ സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിലേക്ക് മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു തെറാപ്പിയാണ് ABA തെറാപ്പി. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് മാത്രമാണ് ABA തെറാപ്പി എടുക്കുക? അങ്ങനെയില്ല. നമുക്ക് ഓട്ടിസം പോലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ ADHD, ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഇങ്ങനെയുള്ള കുട്ടികളിലും നമുക്കിത് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഡയഗ്നോസിസിനേക്കാളും കൂടുതൽ കുട്ടികളുടെ സ്കിൽസാണ് നമ്മൾ നോക്കുന്നത്. അതായത് കറണ്ട് ലെവൽ ഏത് സ്കിൽസാണ്, അവരുടെ ഡയഗ്നോസിസിന് പ്രാധാന്യമില്ല. എനിക്ക് കൂടുതൽ കുട്ടി ഏത് കറണ്ട് ലെവലിൽ ഏത് സ്കിൽസാണ്, എങ്ങനെയാണ് ആ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ചലഞ്ചിങ് ബിഹേവിയേഴ്സ് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് ABA തെറാപ്പി നൽകി തുടങ്ങുന്നത്? നമുക്കൊരു 18 months മുതൽ നമുക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കൂടുതലും അത് പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിനെ അനുസരിച്ചും കൂടി ഇരിക്കും. അതായത് ഒരു 2 to 6 years ഉള്ള കുട്ടികളിൽ കുറച്ചുകൂടെ ഒരു ബ്രെയിൻ ഫാസ്റ്ററാണ്, അവരുടെ ഗ്രോത്ത് ഫാസ്റ്ററാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ തെറാപ്പി അല്ലെങ്കിൽ ഏർലി ഇൻ്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പൊതുവെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ബെറ്റർ ആയിട്ടൊരു ഫാസ്റ്റർ ഗ്രോത്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ ഏജിനേക്കാളും കുട്ടികളിൽ നമ്മൾ നോക്കുന്ന അവരുടെ സ്കിൽ ലെവലും കൂടിയാണ്. ഏത് ഏജ് ആയാലും അവരുടെ കറണ്ട് സ്കിൽസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ABA എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ആണോ അതൊരു ട്രീറ്റ്മെന്റ് ആണോ? ആളുകൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, ഇത് ഏതാണ്, കുട്ടികളുടെ ജീവിത അവസാനം വരെ ഇത് ചെയ്യേണ്ട കാര്യങ്ങളാണോ എന്നൊക്കെയുള്ള. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എന്താണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രാക്ടീസിനേക്കാളും കുറച്ചും കൂടെ ഞാൻ വിശ്വസിക്കുന്ന ഇത് നമ്മുടെ കുട്ടികളുടെ കറണ്ട് ലെവൽ ഓഫ് സ്കിൽസ് നമ്മൾ അനലൈസ് ചെയ്യണം. എവിടെയാണ് കുട്ടി നിൽക്കുന്നത്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡെയിലി ലിവിങ് സ്കിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചലഞ്ചിങ് ബിഹേവിയേഴ്സ് ആയിരിക്കാം. അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക, കുട്ടീനെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അവർ കാണിക്കുന്ന ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിലും അത് എത്രമാത്രം അവരുടെ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന നോക്കും. അതിനുശേഷമാണ് അത് എത്രമാത്രം അപ്രോപ്രിയേറ്റ് ആയിട്ട് സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ലോങ് ടേം പ്രാക്ടീസ് ആണെന്ന് വെച്ചാണ് അതിൽ നമ്മൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ജനറലൈസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം പാരൻസ് അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരുടെ കെയർ ടേക്കേഴ്സ് എത്രമാത്രം അത് വീട്ടിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അനുസരിച്ചിരിക്കും ലോങ് ടേമിലേക്ക് പോകുമെന്നുള്ളത് നോക്കാനായിട്ട്. തെറാപ്പിസ്റ്റിന് പൊതുവേ അവർക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളിൽ. ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു നോർമൽ പാറ്റേൺ ഡിഫറെൻ്റ് ആണ് എന്ന് എല്ലാ മാതാപിതാക്കൾക്കും തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ലല്ലോ. അപ്പം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് കാലതാമസമൊക്കെ എത്തിയിട്ടുണ്ടാവും. മാം പറഞ്ഞനുസരിച്ച് 18 മാസം മുതൽ നമുക്ക് ഈ തെറാപ്പി കൊടുത്തു തുടങ്ങാം. 18 മാസം എന്ന് പറഞ്ഞാൽ 1.5 വയസ്സ് 2 വയസ്സിനുള്ളിലാണല്ലോ. അപ്പം ആ ഒരു പ്രായത്തിനുള്ളിൽ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏത് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇപ്പം മാമിൻ്റെ അടുത്ത് വന്ന് സമീപിക്കണം? ഓക്കെ, പൊതുവേ നമ്മൾ അവിടെ നോക്കുന്നത് വെച്ചാൽ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കിൽസ് അച്ചീവ് ചെയ്ത് നമ്മൾ പൊതുവേ പാരൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും ഡിലേസ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ വരുന്നത്. സോ അവിടെ നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് കുറേ സ്കിൽസ് ഉണ്ട്. ഇന്ന പ്രായത്തിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യണം, ഇല്ലേ, ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പേര് വിളിച്ചാൽ തിരിഞ്ഞ് നോക്കണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം എടുത്തു തരാൻ പറയുമ്പോഴത്തേക്ക് എടുത്തു തരുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ. അതാണ് പെട്ടെന്ന് പാരൻസ് നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്
പറയുന്നുണ്ടോ, അല്ലെ ആവശ്യ കാര്യങ്ങൾ ഒരു കറക്റ്റായിട്ടുള്ള ആശയവിനിമയം അവിടെ നടത്തുന്നുണ്ടോ, ആൾക്കാരെ കാണുമ്പോൾ അവരെ നോക്കി ചിരിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ഇത്രയും ഡിലേസ് ഒബ്സർവ് ചെയ്ത് ഓഫ് കോഴ്സ് നമുക്ക് മീറ്റ് ചെയ്യാം, കൺസേൺ ചോദിക്കാം. അപ്പോൾ അവരുടെ ഈ ഡിലേസ് എത്രമാത്രം അവരുടെ ഫങ്ഷൻ ഓഫ് ലിവിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു കൂടെ നമുക്ക് നോക്കണം അല്ലേ. ഇപ്പോൾ ഒരു വയസ്സിലെ കുട്ടി സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്രയും കൺസേൺഡ് അല്ല, പക്ഷെ 2 വയസ്സിലെ കുട്ടിയാണ് സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിലേ അവിടെ നമുക്ക് എവിഡൻ്റ് ആണ്. അപ്പോൾ എത്രമാത്രം ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്നു നോക്കണം. അത് അവിടെ വേണോ, ഏജ് അപ്രോഡ് സ്കിൽസ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ABA തെറാപ്പി മാത്രമല്ല, നമുക്കവിടെ അവരുടെ എന്താ പറയുക, ചിലപ്പോൾ ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിന് ഹെൽപ്പ് വേണ്ടി വരും, സ്പീച്ച് തെറാപ്പിസ്റ്റിന് ഹെൽപ്പ് വേണ്ടി വരും. ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടി വരും അവിടെ. ഓക്കെ. ഇപ്പോൾ ഇത് നമ്മൾ എയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ വരാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ ചില കുട്ടികൾ നടക്കാൻ ലേറ്റ് ആവാം, ചിലർ സെൻറ്റൻസ് മുഴുവനായി പറയാൻ ലേറ്റ് ആവാം, 3 വയസ്സെത്തിയാലും 2.5 വയസ്സെത്തിയാലും ഒക്കെ കുട്ടികൾ. അപ്പം ചിലപ്പോൾ മാതാപിതാക്കൾ അത് നോർമലി സംഭവിക്കും, അല്ലെങ്കിൽ വീട്ടിലെ ഇപ്പം കുട്ടിയുടെ പാരൻസോ അങ്ങനെ ആരെങ്കിലും ലേറ്റ് ആയിട്ടാണ് സംസാരിച്ചത്, ലേറ്റ് ആയിട്ടാണ് നടന്നത് എന്നുള്ള കാരണത്താൽ അതിനെ ഇഗ്നോർ ചെയ്യാമല്ലോ. അപ്പം അതും ഈ ഒരു കാര്യം മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി മാറാനുള്ള സാധ്യതയില്ല. ഓക്കെ, ഈ കുടുംബത്ത് ഇങ്ങനെ ആളുകൾ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് കുഞ്ഞു അങ്ങനെ ആയിരിക്കാമെന്ന്. അപ്പം അതിനെ എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് കുട്ടി എന്തെങ്കിലും കാരണത്താൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു താമസം വരുത്തുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്നതാണോ അഭിപ്രായം? നല്ലതാണ്, കാരണം ഒരു അഭിപ്രായം എടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ 2.5 വയസ്സിൽ സംസാരിച്ചു കൊടുക്കുന്ന കുട്ടികൾ ഉണ്ടാവാം, അപ്പോൾ നമുക്ക് ഉറപ്പില്ല 2.5 വയസ്സിൽ സംസാരിക്കും എന്നുള്ളത്. സോ അങ്ങനൊരു കൺസേൺ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്കത് ഒപ്പീനിയൻ എടുക്കാം. ചിലപ്പോൾ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ അത് വേണ്ടി വരും. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ ഈ 2 to 6 വയസ്സ് എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഗ്രോത്ത് നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ആ കുട്ടി വൈകുന്നതിനേക്കാളും ബെറ്ററാണ് നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത്. ചിലപ്പോൾ ഒരു സ്പീച്ച് തെറാപ്പിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ABA തെറാപ്പിയോ കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുട്ടികളിൽ ഒരു ബെറ്ററായിട്ട് ഡെവലപ്മെൻറ്റ് സംഭവിച്ചാൽ നല്ല കാര്യമല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല ആ സമയത്ത് നടക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ് നേരത്തെ തന്നെ അതൊന്ന് ചോദിച്ചു വെക്കുക എന്നുള്ളത്. ചിലപ്പോൾ വീട്ടിൽ ചില മോഡിഫിക്കേഷൻസ് വരേണ്ട കാര്യമേ ഉണ്ടായിരിക്കുള്ളായിരിക്കും. അപ്പോൾ വീട്ടിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും. അപ്പോൾ അത് അവർക്കൊരു അഡ്വൈസും കൂടിയാണ്. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഒരു ജീവിത സാഹചര്യമല്ല നമുക്കിപ്പോൾ ഉള്ളത് ഇല്ലേ. അന്ന് ഒത്തിരി പേര് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുറത്തേക്ക് ഇറങ്ങാനുള്ള അവസരങ്ങളുണ്ട്. ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ന്യൂട്രൽ ഫാമിലീസാണ്, ആൾക്കാരില്ല സംസാരിക്കാൻ. TV സ്ക്രീനിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടെ പ്രോബ്ലംസ് അറേസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് വരുന്നത്. സോ അങ്ങനെ നമ്മൾ നേരത്തെ എന്തെങ്കിലും കൺസേൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓക്കെ, ബെറ്റർ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ കുറച്ചുകൂടെ നേരത്തെ വന്ന് കാണാം, അഭിപ്രായങ്ങൾ ചോദിക്കാം, ഒപ്പീനിയൻസ് എടുക്കാം. ഡോക്ടറിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലെ പ്രൊഫഷണൽസിൻ്റെ സൈഡിൽ നിന്നും ഒപ്പീനിയൻസ് എടുക്കാം. മാതാപിതാക്കൾക്ക് ഇതൊരു മാനസിക ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, എൻ്റെ കുട്ടിക്ക് ഇത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അവരെ ഏത് രീതിയിലേക്കാണ് ഇങ്ങനെ എന്താ പറയുക രൂപപ്പെടുത്തി എടുക്കുന്നത്? കുട്ടിക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പം എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേട്ടൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 1.5 വയസ്സ് 1.5-2 വയസ്സ്. അപ്പം കുഞ്ഞ് ഐ കോണ്ടാക്ട് തരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ആൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, കുട്ടി കണ്ണാടി വെക്കുമ്പോൾ നമുക്ക് വിഷമം വരികയാണെന്ന്. അതിൻ്റെ മൊത്തം ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കുകയാണല്ലോ. അപ്പം മാതാപിതാക്കൾ ഇപ്പം കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവ് കുറവാണ്, അല്ലെങ്കിൽ ഇതിന് തെറാപ്പി എടുക്കണം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്കും ഒരു കൗൺസിലിംഗ് ആവശ്യമായി വരുമല്ലോ. അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അവരെ മാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? സോ അവർ ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് അവർ വരുമ്പോൾ തന്നെ അവർക്ക് നീഡ് അറിഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത് അല്ലേ, ഒരു ഡിലേ ഉണ്ട് എന്നുള്ളത്. സോ ഓൾറെഡി അവർ അക്സെപ്റ്റഡ് ആണ് ഒരു ഡിലേ ഉണ്ട് എന്നുള്ളത്. ഇനി വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ നോക്കുന്നത് വെച്ചാൽ ആളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ചിലപ്പോൾ അസസ്മെൻറ്റ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്ക്രീനിങ് ആയിരിക്കും എടുക്കുന്നത്. സോ അവിടെ നമ്മൾ നോക്കുന്ന ആളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്കിൽസ് എല്ലാം എത്തിയതാണോ, ചിലപ്പോൾ ഓവർ കൺസേൺഡ് ആയിട്ട് വരാം അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അവരുടെ ഏജ് ഇപ്പോൾ 2 വയസ്സിലെ കുട്ടിയാണോ അല്ല 5 വയസ്സിലെ കുട്ടിയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ അവിടെ വരെയുള്ള സ്കിൽസ് എല്ലാം അവർ അച്ചീവ്ഡ് ആണോ എന്ന് നമ്മൾ നോക്കും. ഏതെങ്കിലും ഗ്യാപ്പ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും. അത് നമ്മൾ എന്തായാലും സംസാരിക്കും. അപ്പോൾ അവിടെ തെറാപ്പിക്ക് ആവശ്യമുള്ള കുട്ടികളെ നമ്മൾ പറയും, ഓക്കെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു തെറാപ്പി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ആൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാൻ ഉണ്ട് അല്ലേ, ബാക്കി വീട്ടിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗം. ABA സെക്ഷൻ എങ്ങനെയായിരിക്കും? കുട്ടികൾക്കും പാരൻസിന് സെപ്പറേറ്റ് എടുത്ത് കൊടുക്കുമോ? ABA സെഷൻസ് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിരിക്കും, അത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട ഇപ്പോൾ എന്താ വെച്ചാൽ തുടക്കം വരുമ്പോൾ നമ്മൾ നേരെ സ്കിൽസ് പഠിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മളൊരു സ്കിൽ കറണ്ട് ലെവൽ എന്താണെന്നുള്ള അസസ് ചെയ്യണം. ഒരു ബേസ് ലൈൻ എടുക്കണം നമുക്ക്, എവിടെയാണ് കുട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എവിടെ വരെ എത്തിയിട്ടുണ്ട്, എവിടെയൊക്കെയാണ് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ളത്.
സോ അതനുസരിച്ചായിരിക്കും നമുക്ക് ടൈലർ മെയ്ഡ് ആയിട്ടായിരിക്കും ഗോൾസ് വരുന്നത്. എന്തൊക്കെയാണ് അവനെ നമുക്ക് ലേൺ ചെയ്യിപ്പിക്കേണ്ടത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കിൽസ്. അതുപോലെ നമുക്ക് അസസ് ചെയ്യേണ്ടത് എന്തൊക്കെ ബാരിയേഴ്സ് ആണ് അവിടെ ഉള്ളതെന്നുള്ള, ആ സ്കിൽസ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ തടസ്സങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചലഞ്ചിങ് ബിഹേവിയേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ എൻവയോൺമെൻറ്റൽ സ്റ്റിമുലേഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ പാരൻസിന് പ്രോപ്പറായിട്ട് അവയർനെസ് ഇല്ലാത്തതായിരിക്കാം. അത് നമ്മൾ കണ്ടുപിടിച്ച് അതിനകത്തും നമ്മൾ വർക്ക് ചെയ്യണം. സ്കിൽസ് മാത്രമല്ല. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മൾ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. കുട്ടിക്ക് വേണ്ട ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഗോൾസാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഗോൾസിൽ എത്രമാത്രം കുട്ടിക്ക് വർക്ക് ആവുന്നുണ്ട്, അതിനുള്ള പീരിയോഡിക്കലായിട്ടുള്ള റിവ്യൂസ് ഉണ്ടാവാം, പ്രോഗ്രസ് നമ്മൾ റിവ്യൂ ചെയ്യും. ദെൻ നമുക്ക് പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷൻസ് ഭയങ്കര നിർബന്ധമാണ്. കറക്റ്റായിട്ട് നമ്മൾ നോക്കണം ബേസ് ലൈൻ എങ്ങനെയായിരുന്നു, എത്രത്തോളം അച്ചീവ് ആയി, എപ്പോഴാണ് മാസ്റ്റർ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ നമുക്ക് ഞാൻ കുറച്ചുകൂടി വിശ്വസിക്കുന്നത് പാരൻ്റൽ പാർട്ടിസിപ്പേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ പാരൻസ് കാണണം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അത് അവർ വീട്ടിൽ അപ്ലൈ ചെയ്യണം. കാരണം തെറാപ്പിസ്റ്റ് ട്രെയിൻഡ് ആണ്, അവർക്കറിയാം എന്താണ് കുട്ടികളിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓരോ കുട്ടിക്കും പല രീതിയിലായിരിക്കും അവർ കാണിക്കുന്നത്, പല രീതിയിലായിരിക്കും നമ്മൾ മെത്തേഡ്സ് എടുക്കുന്നത്. സോ പാരൻസ് ഇത് ചെയ്യണം, വീട്ടിൽ ചെന്ന് ചെയ്ത്, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടോ, ഏതൊക്കെ സെറ്റിങ്സ് ഉണ്ടോ, ഏതൊക്കെ ആൾക്കാർ അവനെ കൈകാര്യം ചെയ്യുന്നു, അവരൊക്കെ ഇത് ആക്ച്വലി അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രം ഒരു കറക്റ്റായിട്ടുള്ള പ്രോഗ്രസ് നമുക്ക് വരും. പിന്നെ അവിടെ ABA തെറാപ്പി മാത്രമായിരിക്കില്ല, അതിൻ്റെ കൂടെ ചിലപ്പോൾ സ്പീച്ച് തെറാപ്പിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും, ഒക്യുപ്പേഷൻ തെറാപ്പിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. സോ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം കുട്ടിയിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇന്ന തെറാപ്പി എന്ന് മാത്രമല്ല. സോ അവരുടെ എല്ലാം സപ്പോർട്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഗോൾസ് എടുക്കേണ്ടി വരും. ഒരു മൾട്ടി ഡിസിപ്ലിൻ ടീമിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. പാരൻസിന് സപ്പോർട്ട് ഇതേപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അവിടെ. ഓക്കെ, വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പാരൻസ് ചെയ്തു കൊടുക്കേണ്ടത് ഇത്തരം കുട്ടികൾക്ക്? കൂടുതൽ സംസാരിക്കുകയാണോ, അതോ ഇപ്പം മാം പറഞ്ഞു കൊടുക്കുന്ന സ്കിൽസ് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണോ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇപ്പം മാമിന് പറഞ്ഞുതരാൻ പറ്റും, ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നന്നാകും എന്ന് അങ്ങനെ പറയാൻ പറ്റും? അത് ഡിപ്പെൻസ് ആണ് കുട്ടീനെ അനുസരിച്ച്. ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്ന അവർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത്, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം അല്ലേ. എല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് അവിടെ ഒരു നീഡ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം ഇല്ലാണ്ട് പോവാണ്. ചിലപ്പോൾ ഉണ്ടെങ്കിലും ആ കുട്ടിക്ക് ഓൾറെഡി ആ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ചിലപ്പോൾ കുട്ടികളെ എക്സ്പ്രസ് ചെയ്യുള്ളൂ. വൺസ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അറിയുള്ളൂ അവനത്തെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണോ. അതുപോലെ ബിഹേവിയർ ഇഷ്യൂസ് അല്ലേ, നമുക്കിപ്പോൾ കരയിപ്പിക്കാണ്ട് നോക്കാമെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. അപ്പോൾ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയാണ്, കൂടുതൽ എക്സ്പോഷേഴ്സ് കൊടുക്കുമ്പോൾ ഒത്തിരി കാണിക്കും പിള്ളേർ. അപ്പം നല്ലതാവാം ചീത്തയാവാം ഇഷ്യൂസുകൾ കാണിക്കും. അത് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പോൾ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും വേണമെന്ന് വെച്ചാൽ അവരെ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആക്കുക. എല്ലാം ചെയ്ത് കൊടുത്ത് ശീലിപ്പിക്കുക എന്നല്ല, എല്ലാം അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ ശീലിക്കുക. പ്രോബ്ലംസ് അറൈസ് ചെയ്യുമ്പോൾ പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് നേടുക. എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് അവരുടെ ഫംഗ്ഷൻ അഫക്റ്റ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു വാശിയാണ് കാണിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഭാഗമായിരിക്കാം അല്ലേ. പക്ഷെ ആ വാശി കൊണ്ട് അല്ലെ ബഹളം കൊണ്ട് അവരുടെ ഫംഗ്ഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ നിന്ന് പോകേണ്ടതാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ നമ്മൾ ചിലപ്പോൾ എന്തൊരു ബിഹേവിയർ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അത് പ്രോപ്പറായിട്ടൊരു ഹെൽപ്പ് നേടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും കൂടി അതൊന്ന് വിശദീകരിക്കുക, അത് 1-2 എക്സാമ്പിൾ വെച്ചൊന്ന് വിശദീകരിച്ച് തരാമോ? കുറച്ച് ഇപ്പം പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു പ്രോബ്ലം ബിഹേവിയർ എന്തായിരിക്കും, സ്ക്രീം ചെയ്യുന്നു അല്ലെങ്കിൽ വാശി കാണിക്കുന്നതൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ പൊതുവേ ഒരു കുഞ്ഞാണെങ്കിൽ വാശി കാണിക്കും, ബഹളം വെക്കും, അത് സാധാരണമാണ് അല്ലേ. പക്ഷെ അതുമൂലം അവരുടെ കുറേ കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യും. ഭക്ഷണം കഴിക്കുന്നില്ല, സ്കൂളിൽ പോകുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എപ്പോഴും വാശിയാണില്ല. അപ്പോൾ ഒരു പാരൻസിന് അത് ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അറിയുന്നില്ല. അങ്ങനെ ആകുമ്പോഴാണ് ഒരു പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളെ ഒന്ന് ചിലപ്പോൾ മീറ്റ് ചെയ്യുന്നത് അവർ. അപ്പോൾ നമ്മളവിടെ നോക്കേണ്ട പ്രോപ്പറായിട്ട് ജസ്റ്റ് റെഡിമെയ്ഡ് സൊല്യൂഷൻസ് ഇല്ല ഒന്നിനും അല്ലേ. പെട്ടെന്ന് നോക്കി ഇത് ചെയ്യും, മാറും, നാളെ മാറും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ ഫങ്ഷണൽ ഒരു അനാലിസിസ് നടത്തേണ്ടി വരും. എന്തിനാണ് കുട്ടി ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ബിഹേവിയർ ഇപ്പോൾ കരയുന്നതാവാം, ചിരിക്കുന്നതാവാം, ബഹളം വെക്കുന്നതാവാം, ഇടിയൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ പ്രോബ്ലം കൂടുതൽ നോക്കുന്നത്. അവിടെ തൊട്ട് മുമ്പ് എന്താ നടന്നതെന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ABC എന്ന് പറയും, അത് ആൻറ്റിസിഡൻറ്റ് ബിഹേവിയർ കോൺസിക്വൻസ്. സോ ബിഹേവിയർ നമ്മളിപ്പോൾ കുട്ടി കാണിക്കുന്ന ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ എന്ത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് മുന്നിലൊരു റീസൺ കാണും. ചുമ്മാ ഒരു കുട്ടി ഒരു കാര്യം വെറുതെ ചെയ്യില്ല. അപ്പോൾ അതിന് മുന്നേ എന്ത് കാര്യം അവിടെ നടന്നത്, എന്ത് കാരണമാണ് ഇത് ട്രിഗർ ആയെന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ശേഷം എന്താ നടന്നത്, എന്താണ് അവിടെ മെയിൻറ്റെയിനിങ് ഫാക്ടർ, എന്തുകൊണ്ടാണ് കുട്ടി എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആക്ച്വലി ഒരു സജഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോഴും അഡ്വൈസ് അല്ല, ഒരു സജഷൻസേ കൊടുക്കാൻ പറ്റും നമുക്ക്. അത് വർക്ക് ചെയ്ത് നോക്കണം. അത് എത്രമാത്രം പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൺസിസ്റ്റൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരും. ഒരു സമയത്ത് അമ്മ ഇങ്ങനെയാണ്, ഒരു സമയത്ത് അമ്മ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ആകും അല്ലേ. അപ്പം നമ്മൾ എന്തൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോഴും നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ നോക്കുമ്പോൾ കുട്ടികൾ ആ രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് വരിക ചെയ്യുക. കുട്ടികൾ ഒരിക്കലും ചേഞ്ച് ആവുക, പെട്ടെന്ന് ഞാനങ്ങ് മാറിയെന്നല്ല, അവർ ആ എൻവയോൺമെൻറ്റ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ പാരൻസ് പറയാറില്ല, അമ്മയുടെ അടുത്ത് ഭയങ്കര വാശിയാണ്, ഭയങ്കര അലമ്പാണ്, അച്ഛൻ്റെ കൂടെ പോയാൽ ഭയങ്കര മിടുക്കനാണ് അല്ലേ. പക്ഷെ കുട്ടി രണ്ടും സെയിം അല്ലേ. അപ്പോൾ അവിടെ ആളാണ് മാറിയത്. കുട്ടി രണ്ട് സമയത്ത് ഒരേ തന്നെ കാണിക്കുന്നത്, പക്ഷേ അച്ഛൻ്റെ അടുത്ത് നടക്കുന്നുണ്ടാവില്ല,
അമ്മയുടെ അടുത്ത് ഇതെല്ലാം നടക്കും. അപ്പോൾ എൻവയോൺമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരെന്താ അവിടെ ചെയ്യുന്നത്, കുട്ടി അവിടെ മാറാൻ കാരണം അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷനോട് ഭയങ്കര അഡാപ്റ്റഡ് ചെയ്ത് പോകും. ഇപ്പോൾ ചിലർ പറയും വീട്ടിലൊരു കുഴപ്പമില്ല, അല്ല വീട്ടിൽ ഭയങ്കര അലമ്പാണ്, പക്ഷെ സ്കൂളിലൊരു കുഴപ്പമില്ല, ഭയങ്കര മര്യാദയാണ്. അപ്പോൾ അവിടെ അവർക്ക് അവസരം ഉണ്ടാവില്ല അങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കാൻ, അല്ലെങ്കിൽ ഒരു ബഹളം വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തല്ലുപിടിക്കാനോ ഒന്നും അവസരങ്ങളില്ല അവിടെ. കാരണം അല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓൾറെഡി ഒരു അൺറിട്ടൺ റൂളായിരിക്കാം. വീട്ടിലതൊക്കെ അലോ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അവിടെ ചിലപ്പോൾ മാറേണ്ടത് പാരൻസ് ആയിരിക്കും അല്ലേ, അവിടുത്തെ സിറ്റുവേഷൻ ആയിരിക്കും മാറേണ്ടത്. അപ്പോൾ കുട്ടി അതുപോലെ അഡാപ്റ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് ആ എൻവയോൺമെൻറ്റും കുട്ടിയുടെ ബിഹേവിയറും എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് സൊല്യൂഷൻസ് പറയാൻ പറ്റും. അച്ഛനും അമ്മയും ഇപ്പോൾ ഒരു റൂള് വീട്ടിൽ പറഞ്ഞാൽ അത് രണ്ടുപേരും കൃത്യമായി അതേ രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതെ. എന്ത് സ്ട്രാറ്റജീസും എല്ലാവരും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യുക. കാരണം അവിടെ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും ഭയങ്കര സാധ്യത കൂടുതല. കുട്ടിക്കപ്പോൾ കുട്ടിക്ക് തന്നെ കൺഫ്യൂഷനാവും എന്താ അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. അപ്പോൾ എന്ത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോഴും പിന്നെ മനുഷ്യന്മാരാണ്, ഒരാൾ നോ പറഞ്ഞാൽ രണ്ടാളും നോ പറയുന്ന വിഷയത്തിൽ നോ പറയുന്നത് നോക്കുക, ആവശ്യത്തിനാണോ പറയുന്നതല്ല. ഒത്തിരി പ്രാവശ്യം നോ പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ പോകും അതിൻ്റെ. അപ്പോൾ നോ പറഞ്ഞാൽ നോ ആയിരിക്കണം അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ പിന്നെ എല്ലാവരെയും പോലെ തന്നെ നമുക്ക് ഒത്തിരി നോ കേൾക്കുന്നതോ ക്രിട്ടിസൈസ് ചെയ്യുന്നതോ ഇഷ്ടപ്പെടില്ല ഇല്ലേ. അപ്പോൾ ആവശ്യത്തിന് മാത്രം അത് പ്രയോഗിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. അവിടെ കമാൻഡും അല്ലെങ്കിൽ വെർബലി നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കുട്ടിക്ക് അത് ആവശ്യമുള്ള കാര്യമാണ്, അവരെ കൊണ്ട് എങ്ങനെ അത് ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളത് നമ്മൾ സ്ട്രാറ്റജി നോക്കേണ്ടി വരും അല്ലേ. ഇപ്പം നമുക്കാണെങ്കിലും പെട്ടെന്ന് നോ പറയുക, എന്താ എന്നോട് നോ പറഞ്ഞേ എന്നല്ല നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ അത് ചെയ്യുന്നത് അതിപ്പോൾ എന്താ എനിക്ക് ചെയ്താൽ നമ്മൾ പെട്ടെന്നൊരു ചിന്തിക്കും. അതിനുശേഷം ഉള്ള ബിഹേവിയർ ഇഷ്യൂസ് പിന്നെ നമ്മൾ നോട്ട് ചെയ്യുന്ന ബഹളം വെക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ല, ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പം നമ്മൾ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മളായിരിക്കും ചിലപ്പോൾ കൺട്രോൾഡ് ആവേണ്ടത്. അപ്പോൾ അവിടെ എന്ത് കാരണമാണ് ബിഹേവിയർ ഇഷ്യൂസ് നടന്നു നോക്കുക. പിന്നെ ഉള്ളത് പക്ഷേ ബിഹേവിയർ ഇഷ്യൂസ് എപ്പോഴും സർഫസിൽ നടക്കുന്ന കാര്യമാണ്. അതായത് അതിനല്ല നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യേണ്ടത്. അത് എന്തുകൊണ്ടാണ് നടന്നതെന്ന് നോക്കി അവിടെയാണ് നമ്മൾ ആക്ച്വലി സൊല്യൂഷൻസ് നോക്കേണ്ടത്. കുട്ടി കരയാണ്, കരച്ചിൽ നിർത്താൻ കുട്ടി വിചാരിക്കാണ്ട് കരച്ചിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ മാജിക് ചെയ്താലും ശരിയാവില്ല അല്ലേ. എന്തിനാ കൊച്ചു കരഞ്ഞേന്ന് നോക്കുക, ആ റീസൺ കണ്ടുപിടിക്കുക, അതിനെ വർക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ആ ഒരു റീസൺ ഇല്ലാமல் കുട്ടി കരയേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. അങ്ങനെയാണ് നമുക്ക് ബിഹേവിയർ ഇഷ്യൂസ് കുറയ്ക്കാൻ പറ്റുക. അവിടെ ഇപ്പോൾ മെയിൻ പാർട്ട് പാരൻസിൻ്റെ സൈഡിൽ നിന്ന് തന്നെയായിരിക്കും അല്ലേ. പാരൻസിലൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും കരയുന്നില്ലേ, അപ്പോൾ എക്സ്പ്രഷൻ അവിടെ വരുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അത് പറയാൻ ചിലപ്പോൾ പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവുക ഇല്ലേ. അപ്പോൾ പറയാൻ പഠിപ്പിക്കേണ്ടി വരും ഇല്ലേ. അവിടെ ചിലപ്പോൾ ABA തെറാപ്പിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സ്പീച്ച് തെറാപ്പിസ്റ്റിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഓഫ് കോഴ്സ് ആ കുട്ടി പറയുകയാണ് എനിക്കിത് വേണ്ട, അപ്പോൾ കരയേണ്ട ആവശ്യമില്ല, കരച്ചിലവിടെ നിന്നു ഇല്ല. അല്ലാണ്ട് കരയല്ലേ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പ്രോബ്ലം അവിടെ മാറുന്നില്ല അല്ലേ. ഒരു കാര്യത്തിന് വാശി പിടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സാധനം വേണം ഇല്ലേ. അപ്പോൾ അത് ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കാം. അനാവശ്യ വാശിയാണെങ്കിൽ നമ്മൾ പറയും ചിലപ്പോൾ അത് സാധിച്ചു കൊടുക്കരുത് ഇല്ലേ, ആവശ്യത്തിന് മാത്രം ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ അത് സ്ലോലി കുട്ടിക്ക് മനസ്സിലാവണം ഓക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത് ലേൺ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ കുറയും. കാരണം കുട്ടി തന്നെ മനസ്സിലാക്കി കുട്ടി തന്നെ കുറയ്ക്കുന്നത് അത്. അപ്പം അങ്ങനെയുള്ള ബിഹേവിയർ ഇഷ്യൂസ് നോക്കി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. റാൻഡമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഒരു മൊത്തം ജീവിത രീതി മാറിയിട്ടുണ്ട്. നമ്മൾ പാരൻസ് കുട്ടികളെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് വിട്ടിട്ടൊക്കെ ജോലിക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം ഗ്രാൻഡ് പാരൻസ് കുറച്ചും കൂടെ പാമ്പറിങ് കൂടുതലാണ് കുഞ്ഞുങ്ങളെ. അവർക്ക് അവരോടുള്ള ഇമോഷൻ വേറെ തലത്തിലാണല്ലോ. പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളെ അവർ പറയുക കുട്ടി ഭയങ്കര സ്മാർട്ടാണ് എന്നുള്ള ലേബലിലേക്കായിരിക്കും അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും, വഴക്ക് പറയാതെ നോ പറയാതെ ഒക്കെ. അപ്പം ഇത്തരം ഒരു തെറാപ്പിക്ക് പാരൻസ് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് അതിൻ്റെ ഇടയിൽ ഇടപെട്ട് ഇതിപ്പോൾ ഇവൻ്റെ ഒരു പ്രായത്തിൻ്റെയാണ്, 2 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞിട്ട് അതിന് ഡയല്യൂട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അപ്പം അത്തരം കേസുകൾ വരാറുണ്ടോ? അതുപോലെ തന്നെ ഗ്രാൻഡ് പാരൻസ് കുട്ടികളിലെ ഇത്തരം ചേഞ്ചസ് അവർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പം എത്രത്തോളം ഗ്രാൻഡ് പാരൻസ് ഇതിനകത്തേക്ക് അഭിപ്രായം പറയാം, ഇടപെടാം, അങ്ങനെ ഒന്ന് പറയാമോ? അതും ഇത് പറഞ്ഞ പോലെ തന്നെ അത് ഒത്തിരി കേസുകൾ വരാറുണ്ട്, സ്ഥിരമാണ്. ചിലപ്പോൾ പാരൻസിനിടയിൽ തന്നെ വരും, ചിലപ്പോൾ അച്ഛൻ പറയുന്നത് കുഴപ്പമില്ല അല്ലെങ്കിൽ അമ്മ പറയുന്നത് കുഴപ്പമില്ല. അപ്പം അവിടെയും നമുക്ക് ഇപ്പോൾ വന്ന ആൾ എന്തായാലും നീഡ് നോക്കിയിട്ടായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവില്ല, അവർക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ അവിടെ നമ്മൾ നോക്കേണ്ട ആ പ്രോബ്ലം കാരണം എത്രമാത്രം ഫങ്ഷൻ അഫക്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് അതനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ മറ്റേ ആൾക്ക് ഇപ്പോൾ ഇത് ഫേസ് ചെയ്യാത്ത ആൾക്ക് അൺലെസ് അവർക്ക് ആ ഒരു പ്രോബ്ലം അറേസ് ചെയ്തത്തോളം നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻസോ ഒരു സജഷൻസോ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലേ. അവർക്ക് ആ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യണം അല്ലേ. അപ്പോൾ ഇല്ലേ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാലല്ലേ നമ്മുടെ അടുത്തേക്ക് വരുന്നുള്ളൂ. അവ ഇല്ല എന്നാണ് പറയുന്നെങ്കിൽ നമുക്ക് അവിടെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പിന്നെയും ചെയ്യുന്ന വെച്ചാൽ ഒരു പരിധി വരെ അവരുടെ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നോക്കുക. അവിടെ പാരൻസിന് ചിലപ്പോൾ ഒരു കൈ വേണമായിരിക്കും അല്ലേ. അപ്പോൾ ഓവർ പാമ്പറിങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നാണെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. അതുപോലെ നമ്മുടെ
കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവരെ ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആ കാര്യത്തെ അഡ്രസ്സ് ചെയ്യാതെ അങ്ങ് പോകും. പക്ഷെ ജെന്റിൽ പാരന്റിങ് ഒക്കെ ഇപ്പോൾ കൂടുതൽ സംസാര വിഷയം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒക്കെ കുട്ടികൾക്ക് റിവാർഡ്സ് കൊടുക്കുക, അഭിനന്ദിക്കുക, അവരെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഈ നല്ല കാര്യങ്ങൾ, അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളെ അഭിനന്ദിക്കുന്നത് അവരുടെ സ്വഭാവത്തെ എത്രത്തോളം സ്വാധീനിക്കും? റിവാർഡ്സ് കൊടുക്കുക, ഗിഫ്റ്റുകൾ കൊടുക്കുക. ഓഫ് കോഴ്സ് അതെന്തായാലും ഇമ്പ്രൂവ്മെന്റ് വരും. ആർക്കപ്പോൾ അഭിനന്ദനം അതൊന്നും ഇഷ്ടമല്ല അല്ലേ? നമുക്ക് ജോലിയിൽ പെട്ടെന്നൊരു കാര്യം ചെയ്തു, ബോണസ് കിട്ടി, ആർക്കും സന്തോഷമില്ലാത്ത സാലറി കിട്ടുന്ന സന്തോഷമല്ലേ അല്ലേ? അപ്പോൾ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് പൊതുവേ ഉള്ള പ്രവണതയാണ് തെറ്റ് കണ്ട കൂടുതൽ അത് ശ്രദ്ധിക്കും ഇല്ലേ? ഇപ്പോൾ മാർക്ക് ഷീറ്റ് എടുത്താലും ചിലപ്പോൾ ഇൻഡു എന്നുള്ളതായിരിക്കും ഭയങ്കര റെഡിഷിലായിട്ട് എഴുതുക, ടിക്ക് ചിലപ്പോൾ കാണുപോലും ഇല്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പോൾ ഇത് വരുമ്പോൾ ചിലപ്പോൾ ഇതല്ല, ഇങ്ങനത്തെ ഒരു തെറ്റുകൾ മാത്രം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് പൊതുവേ പറ്റുന്നൊരു മിസ്റ്റേക്സ് ആണ് അവരുടെ പ്രോപ്പറായിട്ടുള്ള ബിഹേവിയറില്ല, അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർ കാണിച്ച കുറേ ബിഹേവിയർ നമ്മൾ മിസ് ഔട്ട് ചെയ്തു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസുകൾ കാണിക്കുമ്പോൾ നമ്മൾ പാരൻസിനോട് പൊതുവേ പറയുന്നത് വെച്ചാൽ അവർ കുറച്ചുകൂടി പോസിറ്റീവ് അറ്റൻഷൻ കൊടുക്കാൻ പറയും. അവരുടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർ ചെയ്യുന്ന ബിഹേവിയേഴ്സ് കുറച്ചുകൂടി എൻകറേജ് ചെയ്യാൻ പറയും, റിവാർഡ്സ് കൊടുക്കാൻ പറയും, റീഇൻഫോഴ്സ്മെൻറ്റ്സ് കൊടുക്കാൻ പറയും. തെറ്റായ കാര്യം വരുമ്പോൾ നമ്മൾ ഒന്നും അവിടെ ആക്ച്വലി അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല, അൺലെസ് അതവിടെ ഒരു ഫംഗ്ഷൻ എഫക്റ്റ് ചെയ്യുക, ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ. കാരണം കുട്ടികൾക്ക് ഇങ്ങനത്തെ ബിഹേവിയർ വരുമ്പോൾ ഇത് റിവാർഡ്സും റീഇൻഫോഴ്സ്മെൻറ്റ്സും പറയുന്ന കാര്യം എന്താ, കൂടുതലും നെക്സ്റ്റ് ടൈം അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഇതവർക്ക് റിവാർഡ്സും അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുമ്പോൾ അങ്ങനത്തെ ബിഹേവിയേഴ്സ് പിന്നെയും ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് തോന്നും, അല്ലെങ്കിൽ പിന്നെയും ചെയ്യാൻ അവർക്ക് തോന്നും. അപ്പോൾ ഈ ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലം ബിഹേവിയേഴ്സ് അവർക്ക് ചെയ്യാണ്ടിരിക്കും, കാരണം അതിനകത്തൊരു അറ്റൻഷനും ഇല്ല, റിവാർഡ്സും ഇല്ല. അപ്പോൾ അവരെന്നെ ചിലപ്പോൾ അത് കുറയ്ക്കും. പിന്നെ ഡിപ്പെൻസ് ആണ് കേട്ടോ, ഓരോ കുട്ടികളും ചിലപ്പോൾ പ്രോബ്ലം വരെ ഭയങ്കര കൂടുതലായിരിക്കും, അത് അങ്ങനെ ആ രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ടി വരും. പക്ഷേ ഇത് ആക്ച്വലി കൂട്ടി തന്നെ ചെയ്യണം ഇല്ലേ? എപ്പോഴും നമ്മൾ പറയാം അവൻ വാശി പിടിക്കുന്നു, അവൻ ബഹളം വയ്ക്കുന്നു, അവൻ ഇരിക്കുന്നില്ല, നോക്കുന്നില്ല ഇല്ലേ? പക്ഷേ കുട്ടി ഇരിക്കുന്ന കുറച്ച് സാഹചര്യങ്ങൾ ഉണ്ടാവാം, അനുസരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം, നമ്മൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കുമ്പോൾ കുട്ടി വരികയോ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത്. മറ്റുള്ള അവൻ ശരിക്കും ചെയ്യുന്ന കുറേ അപ്രോപ്രിയേറ്റ് ബിഹേവിയറിൽ ആക്ച്വലി നന്നായിട്ട് മോട്ടിവേഷൻസ് കൊടുക്കണം. പിന്നെ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജെന്റിൽ പാരൻറ്റിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പുതിയ പാരൻ്റ് എന്ന് വെച്ചാൽ എന്ത് പാരൻറ്റിങ് ആണെങ്കിലും അവിടെ അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഇതുപോലെ ചലഞ്ചിങ് ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെ സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ട് മാറ്റാൻ പറ്റാൻ നോക്കാം. ഇതിപ്പോൾ ഏതൊരു പാരൻറ്റിങ് ആണെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് പാരൻറ്റിങ്. ഓക്കെ, അപ്പോൾ കുട്ടിക്കും അത് കൺഫ്യൂസിങ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രം അമ്മ എന്നെ ശ്രദ്ധിക്കുന്നു എന്നാകും, ഞാൻ രണ്ട് ബഹളം വെക്കുമ്പോഴേ അമ്മ എന്നെ നോക്കുന്നുള്ളൂ, അങ്ങനെ ചെയ്യാനേ അവർക്ക് തോന്നുള്ളൂ. അപ്പോൾ അവിടെ അവർക്ക് പ്രോപ്പറായിട്ട് അറ്റൻഷൻ കിട്ടുന്നുണ്ട്, പ്രോപ്പറായിട്ട് റിവാർഡ്സ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ആ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ഫെയ്ഡ് ചെയ്തും കൊണ്ടുവരണം. എപ്പോഴും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്, പ്രോപ്പറായിട്ടൊരു നാച്ചുറൽ ആയിട്ടുള്ള റീഇൻഫോഴ്സസിലേക്ക് ഫെയ്ഡ് ചെയ്ത് കൊണ്ടുവരണം. കാരണം ആൾക്കത് ആക്ച്വലി അത് ഹാബിറ്റായി കഴിയുമ്പോൾ ചിലപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു ആവശ്യം ഉണ്ടാവില്ല. അതങ്ങനെ ആക്കി ഫെയ്ഡ് ചെയ്ത് അത് നന്നായിട്ട് ആലോചിച്ച് കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കൂടുതലും മാതാപിതാക്കളുടെ അടുത്ത് കുട്ടികൾ വാശി കാണിക്കുന്ന ഒരു രീതിയുണ്ട്, അതായത് ഉപദ്രവിക്കുകയായിരിക്കും, അവരുടെ ദേഷ്യം അവർ അഗ്രസീവായിട്ട് പുറത്ത് കാണിക്കും. കൂടുതൽ അമ്മമാരുടെ അടുത്തായിരിക്കും മുഖത്ത് തല്ലുക. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒരു പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോൾ കാണുന്ന മുടി പിടിച്ച് വലിക്കുക, നിലത്ത് കിടന്നുരുളുക, ഇതൊക്കെ ഒരു ബിഹേവിയറിന്റെ ഒരു ഇഷ്യൂസ് ആണോ, അതോ കുട്ടികൾ നോർമലായിട്ട് ഇത്തരം രീതികളൊക്കെ ഉണ്ടാകുന്നതാണോ? എങ്ങനെയാണ് അങ്ങനെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി അവരിലേക്ക് വരുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫങ്ഷണൽ ബിഹേവിയർ അസസ്മെൻറ്റ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? നമുക്ക് നേരെ ഇങ്ങനെ പഠിച്ചു ഓക്കെ ഇന്ന കാര്യം ചെയ്ത് നോക്കും, നമുക്ക് റെഡിമെയ്ഡ് സൊല്യൂഷൻസ് പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോബ്ലം പറയുമ്പോൾ ആക്ച്വലി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വൈ ദ ചൈൽഡ് ഈസ് ഡൂയിങ് ദിസ് അല്ലേ? ചുമ്മാ ഒരു കുട്ടി മുടി പിടിച്ച് വലിക്കില്ല, അല്ലെങ്കിൽ കടിക്കില്ല, ഇടിക്കില്ല, എന്തെങ്കിലും ഒരു റീസൺ അവിടെ കാണും അല്ലേ? അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ABC അനാലിസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആ ബിഹേവിയർ ഉണ്ട്, എന്തൊക്കെയാണ് അവിടെ മുന്നേ അത് ട്രിഗർ ചെയ്യാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കണം. അതൊരു പരിധി വരെ നമ്മൾ ആക്ച്വലി ആ ബിഹേവിയർ പെർസിസ്റ്റ് ചെയ്യുന്നവരെ നമ്മളത് അനലൈസ് ചെയ്ത് നോക്കണം. ദെൻ അവിടെ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാക്ടർ കണ്ടുപിടിക്കണം. അതായത് എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ബിഹേവിയർ ചെയ്താൽ നമുക്കൊരു മിഠായി കിട്ടുന്നു അല്ലെങ്കിൽ റിവാർഡ് കിട്ടുന്നു, നെക്സ്റ്റ് ടൈം അത് ചെയ്യും. അപ്പോൾ ഒരു റിവാർഡിങ് ഫാക്ടർ അവിടെ ഉണ്ട് അല്ലേ? എനിക്കൊരു മിഠായി കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് നെക്സ്റ്റ് ടൈം വീണ്ടും ചെയ്യുന്നത്. സെയിം പോലെ തന്നെ ഒരു ബിഹേവിയർ ഇഷ്യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മെയിൻറ്റെയിനിങ് ഫാക്ടറും കാണും അവിടെ, പിന്നെയും കുട്ടി അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എവിടെയാണ് കുട്ടി ഇത് ചെയ്യാത്തതെന്നും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അതിനൊരു ഫാക്ടർ കാണുള്ളൂ എന്തുകൊണ്ട് കുട്ടി അവിടെ ചെയ്യുന്നില്ല എന്നുള്ളത്. സോ ഇത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു ബിഹേവിയർ ഇൻ്റർവെൻഷൻ പ്ലാൻ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതും ഭയങ്കര ടൈലർ മെയ്ഡ് ആയിട്ട് കുട്ടിക്ക് വേണ്ടി തന്നെ ആയിരിക്കണം. ചിലപ്പോൾ പാരൻസ് അലോ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇല്ലേ, എന്നെ അടിച്ചോ എന്നുള്ളൊരു ചെറുപ്പം മുതലേ ചിലപ്പോൾ ശീലിപ്പിച്ചു കൊണ്ടൊരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ചില കേസസിൽ നമ്മൾ കാണാറുണ്ട് ആളെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ചിലപ്പോൾ തല്ലിയായിരിക്കാം അല്ലെങ്കിൽ കടിച്ചിട്ടായിരിക്കാം. പാരൻസ് പറയും തമാശക്ക് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല, പക്ഷെ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് നല്ല വേദന കിട്ടും ഇല്ലേ? അപ്പോൾ കുട്ടി ഓൾറെഡി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന അങ്ങനെയാണ്, അങ്ങനെ പഠിച്ചു പോയി.
ഇല്ലേ? അപ്പോൾ തമാശക്ക് ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും ഇല്ലേ? പക്ഷെ ദേഷ്യം ചെയ്യുമ്പോൾ നല്ല ഇൻറ്റൻസിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആക്ച്വലി ആദ്യം മുതലാണ്. ദേഷ്യം വരുമ്പോൾ ചെയ്യരുത്. അപ്പോൾ പിന്നെ നോക്കുന്നത് വെച്ചാൽ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ കാണിച്ച് കഴിഞ്ഞ ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. ഇപ്പോൾ ഒരു വെള്ളം നമ്മളിവിടെ വെക്കുകയാണ്, താഴെ പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല, തുടയ്ക്കാനല്ലേ പറ്റുള്ളൂ. അതിന് മുമ്പ് വരെ നമുക്ക് നീക്കി വെക്കാൻ പറ്റും. അപ്പോൾ പ്രിക്കോഷൻസ് ആണ് ആക്ച്വലി എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ബിഹേവിയർ ഇഷ്യൂസ് കാണിച്ചു, അല്ലെ കടിച്ചു, ഇടിച്ചു, മുടി പിടിച്ച് വലിച്ചു, കഴിഞ്ഞു. അത് ഒബ്സർവ് ചെയ്യുക, എന്തുകൊണ്ടാണ് കുട്ടി ചെയ്തെന്നുള്ള. ഇനി അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ചെയ്യാണ്ടിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കേണ്ടത്. പിന്നെ അവിടെ കുറേ റീസൺസ് വരാം. ചിലപ്പോൾ ഒരു സെൻസറി ആസ്പെക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലാക്ക് ഓഫ് എക്സ്പ്രഷൻ ആയിരിക്കാം. അപ്പോൾ ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് മാത്രമല്ല അവിടെ ചിലപ്പോൾ വർക്ക് ചെയ്യുക, സ്പീച്ച് തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വേണ്ടാന്നോ അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാനായിരിക്കാം ചിലപ്പോൾ ഈ പിടിച്ച് വലിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അന്ന് ശരി വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ലാക്ക് ഓഫ് എക്സ്പ്രഷൻ ആയിരിക്കും അവിടെ വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സെൻസറി ആസ്പെക്ട്സ് ആയിരിക്കാം. ചില കാര്യങ്ങൾ ചിലപ്പോൾ കുട്ടികൾ സീക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുന്നതാവാം. അവിടെ ഒരു ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിന് ഹെൽപ്പ് വേണ്ടി വരും. സോ ഇവരെല്ലാം കൂടെ വർക്ക് ചെയ്താലേ നമുക്ക് ഒരു സജഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പാരൻസും അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. എന്നാലാണ് അവിടെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുക. ഓക്കെ. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ചില മിഥ്യാധാരണകളുണ്ട്. ABA തെറാപ്പി എടുക്കുന്ന കുട്ടീനെ സ്കൂളിൽ വിടാൻ പറ്റില്ല, കുട്ടി നോർമൽ എന്ന് നമ്മൾ പറയുന്ന നമ്മൾ IQ ലെവൽ വ്യത്യാസമുള്ള കുട്ടികളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഉപദ്രവിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്താണ് മാമിന് പറയാനുള്ളത്? ഏത് കുട്ടീനെയും പോലെ തന്നെ ഇവർക്കും മെയിൻ സ്ട്രീം സ്കൂളിൽ പോവാം. അൺലെസ് അതുകൊണ്ട് ആ കുട്ടിക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ പറയുക അത് വേണ്ട എന്നുള്ള. റെഗുലർ സ്കൂളിൽ തന്നെ പോകാനാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗ്നോസിസ് അല്ല അവിടെ നമ്മൾ നോക്കുന്നത്. ഓഫ് കോഴ്സ് ഡയഗ്നോസിസ് ഉണ്ടാകും, കുട്ടിക്ക് നമ്മൾ പ്രോപ്പറായിട്ട് അസസ്മെൻറ്റ് ചെയ്യാൻ അങ്ങനെ ഉണ്ടാകും. പക്ഷെ നമ്മൾ സ്കിൽസിൽ വർക്ക് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഇപ്പോൾ കറണ്ട് ചില കുട്ടികളുണ്ടാകും, ആ കുട്ടിക്ക് ഇന്ന സ്കിൽ അച്ചീവ് ആയിട്ടുണ്ടാവില്ല, ആ സ്കില്ലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് തെറാപ്പിയിലും ABA ആണെങ്കിലും ഒക്യുപ്പേഷൻ തെറാപ്പി ആണെങ്കിലും സ്പീച്ച് ആണെങ്കിലും ഒക്കെ അവരുടെ ഒരു സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ട് ബിഹേവിയറിലേക്ക് കൊണ്ടുവരിക, ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ള കാര്യങ്ങളാണ് അവർ അച്ചീവ് ചെയ്യുക. ഓഫ് കോഴ്സ് അവർക്ക് സ്കൂളിലും ചെയ്യാം. പക്ഷേ സ്കൂളിലും ചിലപ്പോൾ അതിനുള്ള സപ്പോർട്ട് അവിടെ കൊടുക്കേണ്ടി വരും. ഇല്ലേ, സപ്പോർട്ടീവായ സ്കൂൾസിൽ വിടാന്ന് പറയും. അവരുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ചില സ്കൂൾസിലെ ഒരു സ്പെഷ്യൽ റൂംസോ ഇൻക്ലൂസീവ് റൂംസോ ഒക്കെ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് കുട്ടീനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ എല്ലാ സ്കൂൾസും അപ്രോപ്രിയേറ്റ് ആയെന്ന് വരില്ല. ഇപ്പോൾ ഒരു 10 കുട്ടികൾക്ക് ഒരു സ്കൂളിൽ പോയി നല്ലതായിരുന്നു, പക്ഷേ ഈ കുട്ടി ചെന്നപ്പോൾ അത് ആക്ച്വലി ചിലപ്പോൾ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ആൾക്ക് പറ്റിയ സ്കൂൾസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആൾക്ക് ആക്ച്വലി മെയിൻ സ്ട്രീമിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതാണ് നമ്മുടെ ആക്ച്വലും മെയിൻ എയിം എന്ന് പറയുന്നത്. മെയിൻ സ്ട്രീം സ്കൂളിൽ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് തന്നെ പഠിക്കണം. അപ്പോൾ അവിടെ അതും നോക്കാം. അവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അവിടെ ബാരിയറായിട്ട് വരുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് സ്കിൽസ് അവിടെ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തത്. ചിലപ്പോൾ എക്സ്ട്രാ ഒരാളുടെ സപ്പോർട്ട് വേണ്ടി വരായിരിക്കും, അല്ലെങ്കിൽ ടൈമിങ്സ് ആയിരിക്കാം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കാം. അപ്പോൾ അതും നമ്മൾ നോക്കണം, എന്നിട്ടേ നമുക്ക് പറയാൻ പറ്റും. ABA തെറാപ്പി എടുക്കുന്ന കുട്ടികൾ റോബോട്ടിക്കിനെ പോലെ ആയി പോകും. അവർ കൃത്യസമയത്ത് കിടന്നുറങ്ങും, കൃത്യസമയത്ത് എണീക്കും, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു പിന്നെടുക്കാൻ ഇവിടെ വെക്കാൻ പറഞ്ഞാൽ അവർ അവിടെ തന്നെ വെക്കും. ഇങ്ങനെയുള്ള ചില അഭ്യൂഹങ്ങളും ചില സാധനങ്ങളും നമുക്ക് ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ആവാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കുക, അത് എന്തുകൊണ്ടാണ് ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത്? ഒരു മിസ്കൺസെപ്ഷൻ ആണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ മോഡേൺ ABA കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാന്നുള്ളത്. നമ്മളിപ്പോൾ ഏത് സ്കിൽസ് പഠിപ്പിക്കണം ബൈ ഹാർട്ട് അല്ലേ, നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്, ബൈ ഹാർട്ട് പഠിക്കുന്നതാണോ മനസ്സിലാക്കി പഠിക്കുന്നതാണോ നല്ലത്? രണ്ടിലും എഫക്റ്റ് ഉണ്ട്, പക്ഷെ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരാം. അപ്പോൾ അവിടെ ABAയിലും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആളെ കുറച്ചുകൂടി സ്കിൽ ഓറിയൻറ്റഡ് ആക്കുക, ഇൻഡിപെൻഡൻ്റ് ആക്കുക. അവരത് ജനറലൈസ് ചെയ്യണം ഇല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ അടുത്ത് മാത്രമേ ചെയ്യൂ, വേറെ ആൾ വന്നവർ ചെയ്യില്ല, വീട്ടിൽ ചെയ്യില്ല എന്നാണെങ്കിൽ പറഞ്ഞ റോബോട്ടിക് എന്ന് പറയേണ്ടി വരും. പക്ഷെ അതല്ല നമ്മുടെ എയിം എന്ന് പറയുന്നത്. കുട്ടീനെ സ്കിൽസ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരുടെ അടുത്തും, അക്രോസ് സെറ്റിങ്സ്, അക്രോസ് പീപ്പിൾ, അക്രോസ് എൻവയോൺമെൻറ്റ്, എല്ലാ സ്ഥലത്തും അത് ആക്ച്വലി ചെയ്യണം. അപ്പോഴേ ഒരു ലേണിംഗ് പെർമനൻ്റ് ആകത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളും ടച്ച് വിട്ടു പോകും. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പോൾ ഇതും തെറാപ്പിയിലും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പല ആൾക്കാരുമായിട്ടുള്ള ജനറലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല സെറ്റിങ്സും വീട്ടിലും ചെയ്യണം, സ്കൂളിലും ചെയ്യണം. അപ്പോൾ ആ ലേണിംഗ് ആക്ച്വലി പെർമനൻ്റ് ആയി. സോ അവിടെ ഒരു ഇങ്ങനൊരു സംഭവം വരുന്നില്ല. അതുപോലെ തെറാപ്പി ഇപ്പം തുടങ്ങി അത് നിർത്തിക്കഴിഞ്ഞാൽ അത് കുട്ടി അപ്പം തന്നെ ആ തെറാപ്പി നിർത്തുന്നതിനോടൊപ്പം അവരുടെ ബിഹേവിയറിൽ വരുന്ന ഈ മാറ്റങ്ങൾ നിൽക്കുമോ, അതോ അവർ ജീവിത അവസാനം വരെ ഈ തെറാപ്പി എടുത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തുടർന്ന് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടോ? അതും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലേണിംഗ് പെർമനൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ലേണിംഗ് എപ്പോഴാണ് പെർമനൻ്റ് ആവുന്നത്, കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പല സിറ്റുവേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് പെർമനൻ്റ് എന്ന് പറയാം. പിന്നെ എപ്പോഴും അതിങ്ങനെ ഓരോ ഏജ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും.
ഇല്ലേ? നമുക്ക് 2 വയസ്സിലുള്ളൊരു രീതിയല്ല 5 വയസ്സാകുമ്പോൾ ഒരു കുട്ടിക്ക് വേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്കിൽസ് ലേൺ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക, അത് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തെറാപ്പി കഴിഞ്ഞു തീർന്നു എന്നല്ല അവിടെ വിചാരിക്കേണ്ടേ. അവിടെ അതിൻ്റെ കൂടെ തന്നെ വീട്ടിലും അത് ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കും, സ്കൂളിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കും. ദെൻ ഓരോ ഏജിലും അതിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഫോളോ അപ്സ് എടുത്ത് വെക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഏജ് അപ്രോപ്രിയേറ്റ് ആണോ ആൾ പോകുന്നത് എന്നുള്ളത്. പിന്നെ ഓരോ ഏജ് എത്തുമ്പോഴുള്ള കൺസേൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇല്ലേ, 2 വയസ്സുള്ള കുട്ടികളുടെ കൺസേൺ ആയിരിക്കില്ല 5 വയസ്സ് വരുമ്പോഴുള്ള കാര്യങ്ങൾ. അപ്പോൾ അന്നില്ലായിരുന്നു ഇന്ന് വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, എന്തൊക്കെ കൺസേൺ ആണ്, എങ്ങനെ അത് ഫംഗ്ഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലേ, ഇപ്പോൾ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആണെന്ന് പറയാം, ഞാനിപ്പോൾ ഡയഗ്നോസിസ് ടേം യൂസ് ചെയ്യുന്നില്ല. ആ റെസ്റ്റ്ലെസ്നെസ് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ആ കുട്ടിക്ക് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ലേ, ആ കുട്ടി അതുകൊണ്ട് ഇരിക്കുന്നില്ല, പഠിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല, ഓക്കെ ശരി ശരി നമുക്ക് വർക്ക് ചെയ്യാം. ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്, അതിന് കൂടെ അളിച്ച് പിരിപിരിപ്പാണ്, കുഴപ്പമില്ല എന്നേ പറയത്തുള്ളൂ. അത് ആ രീതിയിൽ തന്നെ പോകണം. അപ്പോൾ അവിടെ നമുക്ക് നോക്കേണ്ട അങ്ങനെ ആ കാര്യം ഫുൾ ടൈം ലൈഫ് ലോങ് തെറാപ്പി എടുക്കുന്നതിലല്ല കാര്യം വരുന്നത്. എടുക്കുന്ന അത്രയും എടുക്കുക, അത് എത്രമാത്രം ആളുടെ ഏജ് അപ്രോപ്രിയേറ്റ് സ്കിൽസ് എത്തി, ഇൻഡിപെൻഡൻ്റ് ആവുക, ജനറലൈസ് ചെയ്യുക, ആ രീതിയിലായിരിക്കും പോകേണ്ടത്. ഇപ്പം വീട്ടിൽ ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള തെറാപ്പി എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സഹോദരങ്ങൾ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? ഇവരുടെ പെരുമാറ്റമോ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു അവർ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? അങ്ങനെ വന്നാൽ മാതാപിതാക്കൾ എങ്ങനെയാണ് ഈ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. നമുക്ക് അവിടെ അങ്ങനെ കുട്ടികൾ വരാറുണ്ട്. കാരണം സിബ്ലിങ്സ് ചിലപ്പോൾ ടിപ്പിക്കൽ ഡെവലപ്പിംഗ് ആയിരിക്കാം, അല്ലേ? അപ്പോൾ അവരും കുഞ്ഞുങ്ങളാണ്, മൂത്ത ആളാണ് ഇളയാളാണെന്ന് വെച്ചിട്ട് അവർക്ക് അത്രയും മെച്യൂരിറ്റി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ പാരൻസിനോട് നമ്മൾ പൊതുവെ വരെ ഒത്തിരി പാർഷ്യലാവരുത്. കാരണം ചിലപ്പോൾ ഈ കുട്ടിക്ക് നമ്മുടെ ഒരു നീഡ്, നമ്മുടെ ഒരു പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. മറ്റേ കുട്ടിയുടെ അത്രയും ചിലപ്പോൾ അവൻ ഓക്കെ അല്ലേ, അവന് വേണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. അവർ ഇമോഷണൽ അത്രയും മെച്യൂരിറ്റി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങ് വിട്ട് കളയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കേസും വന്നിട്ടുണ്ട്. ഇളയ ആൾ കുറച്ചൊരു ഇഷ്യൂസ് ഉള്ള കുട്ടിയാണ്, തെറാപ്പി അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ്. മൂത്ത കുട്ടിക്ക് അങ്ങനെ ആവശ്യമില്ല. പക്ഷെ ആളെല്ലാം തന്നെ ചെയ്യുമല്ലോ, അവളെ തന്നെ ചെയ്തോളൂല്ലോ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്കൊരു ദേഷ്യം, വാശി, അല്ലെങ്കിൽ അങ്ങനത്തെ ബിഹേവിയേഴ്സ് ഒക്കെ ചിലപ്പോൾ സങ്കടം, എന്നെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഉറപ്പില്ല, നമുക്ക് ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെ പാരൻസിനോട് പൊതുവെ പറഞ്ഞ് 2 പേരും ഈക്വലി തന്നെ നമ്മളുടെ പ്രസൻസ് ഫീൽ ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ ഇളയ ആളുടെ ചിലപ്പോൾ ചില കാര്യങ്ങൾ മൂത്ത ആൾക്കും റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊടുക്കാം, ഇല്ലേ? അപ്പോൾ അങ്ങനെ അവർ ചെയ്യുമ്പോഴേ മറ്റേ ആൾക്കും മനസ്സിലാവുള്ളൂ ഇവൻ എത്രത്തോളം നീഡഡ് ആണ്, എന്തുകൊണ്ടാണ് അമ്മ ആളുടെ അടുത്ത് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഓരോ കാലഘട്ടം നമ്മളതെങ്ങനെ പെരുമാറുന്നതനുസരിച്ചെല്ലാം ഭയങ്കര ഡിഫറൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുക. അവരുടെ ഒരു ഏജ് എത്തുമ്പോഴല്ലേ അതൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീട്ടിലങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യരുത് ഒരിക്കലും. കൂടെ തന്നെ നിർത്തുക. ചിലപ്പോൾ ചില ഗെയിംസോ അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് നമ്മൾ ഇളയാളെ നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മൂത്താളെ കൂടെ എടുത്ത് തന്നെ ചെയ്യിപ്പിക്കുക, ആളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യിപ്പിക്കുക. അപ്പം നമ്മുടെ കുറച്ച് റെസ്പോൺസിബിലിറ്റിയോടെ കുറയുകയും ചെയ്യും, മറ്റാൾക്ക് മനസ്സിലാവുകയും ചെയ്യും, അല്ലേ? അപ്പോൾ ആ ഒരു കെയർ എന്തായാലും കൊടുക്കും. അല്ല കംപ്ലീറ്റ്ലി ഒക്കെ ഞാൻ തന്നെ നോക്കണം ആളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് നമ്മൾ നോക്കുന്നത് കുറഞ്ഞു പോകും. അപ്പോൾ അതുണ്ടാവാണ്ട് എന്തായാലും നോക്കണം. പിന്നെ അവിടെ എന്ത് പ്രോബ്ലം അറൈസ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്കത് പറയാനും പറ്റുള്ളൂ. എന്താണ് അവിടെ നടക്കുന്നത്, ഒരു സിബ്ലിംഗ് ഇഷ്യൂസ് ആണോ, ചിലപ്പോൾ ബോണ്ടൊക്കെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്ലേ ഒക്കെ ചിലപ്പോൾ നമുക്ക് പഠിപ്പിക്കേണ്ടി വരുമായിരിക്കും. കാരണം മറ്റേ കുട്ടിക്ക് അറിയുണ്ടാവില്ല എന്താണ് ഇവൻ്റെ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത്. അത് നമ്മൾ കാണിച്ചു കൊടുത്താലേ മനസ്സിലാവത്തുള്ളൂ, പറഞ്ഞു കൊടുത്താലൊന്നും ചിലപ്പോൾ ക്ലിക്കാവില്ല. ഓക്കെ, അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. പാരൻസ് അങ്ങനെ കൺസേൺ വരുമ്പോൾ എന്തായാലും സമീപിക്കുക, നോക്കുക. മറ്റേ ആൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, എന്നിട്ട് എന്താ അങ്ങനെ കാണിക്കണമെന്നായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഒബ്സർവ് ചെയ്തത് എന്തായാലും ഹെൽപ്പ് നേടുന്നതിൽ കുഴപ്പമില്ല. ഇപ്പം മാം പറഞ്ഞതിൽ നിന്നൊരു ക്വസ്റ്റ്യനും കൂടെ, മൂത്ത കുട്ടി ഇപ്പം എന്തുകൊണ്ട് എന്നോട് അവരങ്ങനെ അകലം കാണിക്കുന്നു എന്നൊക്കെയുള്ള ചോദിക്കാമല്ലോ. 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾ കൂടുതൽ പരാതികൾ പറയുമല്ലോ, എന്നോട് അമ്മയ്ക്ക് സ്നേഹമില്ല, അല്ല പപ്പയ്ക്ക് സ്നേഹമില്ല, അച്ഛന് സ്നേഹമില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരം തോന്നലുകൾ കുട്ടികൾക്ക് ഈ ഒറ്റ കാരണത്താലൊക്കെ ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ സ്നേഹം കൊടുക്കുന്നു എന്നതുകൊണ്ട് തോന്നുന്നതാണോ, അതോ ആദ്യത്തെ കുട്ടീനെ നമ്മൾ ഓവർ പാമ്പറിങ് ചെയ്ത് വെച്ചു രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ സ്നേഹം ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുമ്പം ഈ കുഞ്ഞിനെ എടുക്കാൻ പറ്റാതെയും കൂടെ വരുന്നതായിരിക്കും? അതും പറഞ്ഞ പോലെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ആദ്യത്തെ കുട്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ അവിടെ ആയിരിക്കാം. രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രോബ്ലം അറൈസ് ആകുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് തന്നെ മാനേജ് ചെയ്യണം, അല്ലേ? എന്ന് വെച്ചാൽ പാർഷ്യലാവരുത്. നമുക്കിപ്പോൾ ഒരു 5 മിനിറ്റാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, 5 മിനിറ്റ് ആർക്ക് ഫീൽ ചെയ്യണം, അല്ലേ? നമ്മൾ കുറേ നോക്കിയിരിക്കുക എന്നുള്ളതല്ല അവിടെ കാര്യം. 10 മണിക്കൂർ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ചിലപ്പോൾ കുട്ടിക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിലോ പ്രസൻസ്, ചിലപ്പോൾ 5 മിനിറ്റ് ആ പ്രസൻസ് ഫീൽ ചെയ്യണം. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ക്വാളിറ്റി ഓഫ് ടൈമിലാണ് നമ്മൾ കുറച്ചുകൂടെ ചിലപ്പോൾ പ്രാധാന്യം കൊടുക്കണ്ടേ. ഞാൻ എൻ്റെ കൂടെ ഇത്രയും നേരം ഇരുന്നല്ലോ, എന്നിട്ട് പിന്നെന്താ അവൻ ഇത്ര ബഹളം, അപ്പോൾ ആ പോരായിരിക്കും ആ കുട്ടിക്ക്, അതല്ല അവന് വേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ടൈമിനേക്കാളും ക്വാളിറ്റി ഓഫ് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കുട്ടിക്ക് അത് ഫീൽ ചെയ്യണം, എൻ്റെ അടുത്ത് അമ്മ ഇരിക്കുന്നുണ്ട്, അല്ലെ നിൽക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ടെന്നുള്ള ഫീൽ ചെയ്യണം. പിന്നെ അവർ കുഞ്ഞുങ്ങളല്ലേ, അവർക്കും അറിയില്ലല്ലോ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാലൊന്നും അവർക്ക് മനസ്സിലാവുന്ന പ്രായമല്ല. എത്ര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും ആ പ്രായത്തിനുള്ള വിവരമേ അവർക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ മാനേജ് ചെയ്യണം.
അത് പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര ഒരു ഫാക്ടറാണ്. അവർ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അവിടെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോൾ എന്തായാലും ഹെൽപ്പ് എടുക്കുക. എന്താണ് അവിടെ ചെയ്യേണ്ടത്, ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു തേർഡ് പേഴ്സൺ ചിന്തിക്കുമ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഗസ്റ്റ് ദിവ്യ കൃഷ്ണയായിരുന്നു. താങ്ക് യു സോ മച്ച് മാം, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചത്. താങ്ക് യു.